അതിനെ കാണിച്ചാണ് മിമിക്രി മാത്രം പറഞ്ഞാൽ പോലെ സ്കൂളിലും കോളേജും പറയട്ടെ. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള 2 വാക്ക് പെർമിഷൻ ഞാൻ പറയാം. നിന്റെ മമ്മൂട്ടിയുടെ വിഷമിക്കാൻ ആകാശത്തുള്ള അത്ര നക്ഷത്രങ്ങളും എന്റെ കണ്ണിൽ വന്ന് നിൽക്കണ പോലൊരു തോന്നണം. നിന്നെ വിട്ടുപോകുന്നൊരു ജീവിതം, നിന്നെ കൂടാതെ ഒരു ജീവിതം. അല്ല, ഞാൻ ചോദ്യം ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഏത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചാലും ഇത്രയും വർഷം കഴിഞ്ഞാൽ അയ്യോ കമലഹാസൻ കമലഹാസൻ പറയുന്നു. ഈ ഈ സൗന്ദര്യത്തിന്റെ വ്യവസ്ഥ എന്താണ്? അച്ഛനും അമ്മയും, അതാണ് സത്യം. ഏതൊരു തൊഴിലും നമ്മൾ 4-5 വർഷം കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കാം. 50 വർഷം ഒരേ ഫീൽഡിൽ കാരണം എപ്പോഴെങ്കിലും ബോറടിക്കുന്നത് ഇപ്പോഴത്തെ ഇല്ല. ഒരു പുതിയ ചിത്രം ചെയ്യുമ്പോൾ പുതിയ എന്തെങ്കിലും ഇല്ല, ഇതുവരെ ഇല്ല. കാരണം ഇത് എന്റെ പാഷനാണ്. പ്രൊഫഷനായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് എന്റെ ഭാഗ്യമാണ്. സോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ ഒരു ദിവസവും പോയിട്ടില്ല. ഒരു ഹോളിഡേയാണ്. അതാണ് എനിക്കിന്നും ബോറടിക്കുന്നത്. അതാണ് സത്യം. മദ്രാസിൽ വെച്ച് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ 50 വർഷം ആഘോഷിച്ചപ്പോൾ നമ്മളുടെ പ്രിയങ്കരായ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തെ അന്ന് അവിടെ വെച്ച് തമിഴിന്റെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് പറഞ്ഞ ഒരു വാക്ക് ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, കലൈത്തായി, കലയുടെ അമ്മ ഞങ്ങളെ എല്ലാവരെയും, മമ്മൂട്ടിയും മോഹൻലാലിനെയും അമിതാഭ് ബച്ചനെയും ചിരഞ്ജീവിയെ എല്ലാം കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം കൂടെ നടന്നു പോകുന്നു. എന്റെ കമലഹാസനെ മാത്രം അമ്മ എടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ അസൂയോടുകൂടി നോക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ഉത്തരം രജനീകാന്ത് തന്നെ പറഞ്ഞു. അതിന് ഉത്തരം അദ്ദേഹം പറഞ്ഞത് കലൈത്തായി തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു, നീയൊക്കെ ഈ ജന്മം മാത്രമാണ് അഭിനയിക്കാൻ ആഗ്രഹിച്ചത്. കമലഹാസൻ 7 ജന്മമായി നടിയൻ കണ്ട, അതിനാലാണ് 1000 സ്റ്റേജിൽ വെച്ചിരിക്കുന്നത്. താങ്ക് യു സർ. ഞങ്ങൾ മലയാളം ഇൻഡസ്ട്രി താങ്ക് യു സോ മച്ച്. എന്നാണ് ഞങ്ങൾക്കൊരു മലയാള സിനിമ അടുത്തത് ചെയ്യാം. Thank you very much, everybody. Trivandrum, let's stand up and give this amazing actor the biggest round of applause we can. We love you so much, sir. We hope you keep acting forever and ever and ever.